ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇതുപോലുള്ളൊരു ഫ്രോക്ക് ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ യോക്ക് പാർട്ടൊന്ന് വെട്ടിയെടുക്കണം. യോക്ക് പാർട്ട് വെട്ടിയെടുക്കാനായിട്ട് അതിന് നമ്മൾ എത്രയാണോ ചെസ്റ്റ് അളവ് നോക്കണം. ചെസ്റ്റ് അളവ് മൊത്തം 16 അപ്പോൾ 8ൻ്റെ കൂടെ 2 കൂടെ ചേർക്കണം. എന്നിട്ട് നമ്മൾ 10 അടയാളപ്പെടുത്തിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ വീതി 40 ഉണ്ടാവുകൊണ്ട് തന്നെ നമ്മളത് ഇതുപോലെ തന്നെ 4 മടക്കി എടുക്കുകയാണ്. ഇങ്ങനെ മടക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യം 10 ഉള്ളത്. ഇനി നമ്മളിതിൻ്റെ ഷോൾഡറും ആം ഹോളും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം തന്നെ നമ്മളൊരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ കഴുത്തൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 14 എടുത്തിട്ടുള്ളത്. കഴുത്തകലം 3 ഇറക്കം 6.5 വീനക്കാണ് ചെയ്യുന്നത്. നമ്മളിതിൽ വരച്ചെടുക്കണുള്ളൂ, കട്ട് ചെയ്യണില്ല. നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇനി അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മളൊരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് വരച്ചു കൊടുക്കുന്നത്. ഒരു ആലിയ കട്ടൊക്കെ മോഡലിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഷോൾഡർ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒരു 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 5.5 ആം ഹോൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ആ സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ച വരയിൽ നിന്ന് ആം ഹോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ 14 ഇഞ്ച് അടയാളപ്പെടുത്തിയ മൊത്തം പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 4 മടക്കിയിട്ട് കൊടുന്ന് അത് ഒരു വശം വെട്ടിക്കൊടുക്കണം. ഇനി അതിന് മുന്നും ബാക്കും മാറ്റിയിട്ട് കൊടുക്കുകയാണ്. ഇനി മുൻവശത്ത് നമ്മൾ ആ ഷേപ്പ് വരച്ചത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കൂടെ ലേസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പം മുൻവശത്ത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ആലിയ കട്ടിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. നമ്മൾ കൈയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അളവിന് തന്ന ടോപ്പിൻ്റെ കൈയിനേക്കാൾ 3 ഇഞ്ചും കൂടെ ഇറക്കം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ഇഞ്ചും കൂടെ കൂട്ടി മടക്കിയടിക്കുള്ള തുണിയും കൂടി എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കൈയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് എത്രയാണോ തുണിയുള്ളത് അത് നമ്മൾ 4 മടക്കിയിട്ടുണ്ട്. ഈ നമ്മൾ യോക്ക് പാർട്ട് കഴിഞ്ഞിട്ട് 28 ഇറക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 28 2 വശത്തായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ മുൻവശത്തേക്കുള്ള പീസിന് 5 ഇഞ്ചും കൂടി കൂടുതലെടുക്കണം. അപ്പോൾ നമ്മളതിൻ്റെ നടുവശത്ത് നിന്ന് 5 കൂടി മേലേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മൾ യോക്ക് പാർട്ടിന് ഷേപ്പ് വരച്ച പോലെ തന്നെ ഇത് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്.
ഇനി 4 മടക്കിയ പീസ് നമ്മൾ ഈ വശത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 4 സെപ്പറേറ്റ് 2 പീസ് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ മുന്നത്തെ പീസ് മാറ്റി കൊടുത്തിട്ട് ബാക്ക് പീസ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം മുൻ പീസ് നമ്മൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.